വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകുന്ന കർത്താവിൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഒരുപക്ഷെ അത്ര കണ്ട സന്തോഷത്തോടെ ആയിരിക്കില്ല നാം കേൾക്കുന്നത്. എന്തിനാണ് ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കുന്നതിന്? ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടുന്ന ഒരു വിരുദ്ധ സംസ്കാരം, സാധാരണ കേൾവിയില്ലാത്തൊരു സംസ്കാരം എൻ്റെ ക്രിസ്തുവിന് അടുത്ത് നിൽക്കുന്നു. സ്നേഹമുള്ള ഈ ചോദ്യം മനസ്സിലേക്ക് തട്ടിച്ചു വിടുമ്പോൾ തന്നെ നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങണം. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും. നീ നൽകപ്പെട്ട നിൻ്റെ അവസ്ഥ എന്താണ്? ആ നൽകപ്പെട്ട അവസ്ഥയിൽ നീ എങ്ങനെ അതിനോട് പ്രതികരിച്ചു? എങ്ങനെ നീ അതിൽ നിന്ന് ഫലം കൊയ്തെടുത്തു എന്നത് വീണ്ടും വീണ്ടും നിന്നിലേക്ക് കൃപകൾ എത്തുന്നതിന് കാരണമായി മാറുമെന്നത് മറക്കരുത്. സ്നേഹമുള്ള ദൈവപൈതലേ, നിന്നിൽ ഒരുപാട് അനുഗ്രഹം വന്നിട്ടുണ്ടല്ലോ. തന്ന അനുഗ്രഹങ്ങൾ നീ എന്ത് ചെയ്തു എന്നത് ഈ ദിവസത്തെ ഒരു നല്ല ചോദ്യമായി മാറ്റണം. ഉള്ളവന് വീണ്ടും വീണ്ടും നൽകുന്ന കർത്താവ് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നൽകലിൻ്റെ തോരാത്ത മഴ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നീ ആഗ്രഹിക്കാത്ത വിധത്തിൽ, നിനക്ക് വിശ്വസിക്കാനാവാത്ത വിധത്തിൽ അളന്നും അളക്കാതെയും ജീവിതത്തിൽ എന്നും അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഉള്ളവന് വീണ്ടും വീണ്ടും നൽകുന്നത് നിൻ്റെ ജീവിതത്തിൽ അനവർത്ഥമായി മാറിയിട്ടുള്ളത് ഉറപ്പാണ്. ആരും നൽകപ്പെടാതിരിക്കുന്നില്ല. എന്നും എപ്പോഴും സ്വർഗം നൽകാൻ സമീപത്തായി നിൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ നീ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗിച്ചു എന്നത് നിന്നെ വ്യത്യസ്തനാക്കുന്നു എന്നത് ഉറപ്പാണ്. നീ ദുരുപയോഗിച്ചുവെങ്കിൽ വീണ്ടും വീണ്ടും നിന്നിലേക്ക് അനുഗ്രഹങ്ങൾ എത്തില്ല. ഉള്ളവന് നൽകപ്പെടും. ഉള്ളവനിൽ നിന്ന് അവൻ്റെ അനുഗ്രഹങ്ങളെ ഇരട്ടിയാക്കുന്ന അനുഗ്രഹങ്ങൾ സ്വർഗം വീണ്ടും വീണ്ടും നിന്നിലേക്ക് തരും. എന്നാൽ തന്നവ ഉപയോഗിച്ചില്ലെങ്കിൽ നിന്നിൽ നിന്ന് ഉള്ളതുപോലും സ്വർഗം തിരിച്ചെടുക്കുമെന്നത് കർത്താവ് പറയുക. അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതാ, പകരാനുള്ളതാ, മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ്. ആമേൻ.